അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളത്തെ നമ്മുടെ പരീക്ഷ കിതാബുൽ അഖീദയാണ്. കിതാബുൽ അഖീദയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഫുൾ റിവിഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ വീഡിയോ കേൾക്കുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം. ഇവിടെ ഉത്തരങ്ങളുണ്ട്, നമ്മൾ എടുത്ത് എഴുതിയാൽ മതി. 1. വിശ്വസ്തത. നമ്മൾ 7ാമത്തെ പാഠത്തിൽ അംബിയാ മുർസലുകളുടെ വിശേഷണങ്ങൾ, നബിമാരുടെ സിഫത്തുകൾ നമ്മൾ പഠിച്ചിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് വിശ്വസ്തത. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ അമാനത്ത്. അതിന്റെ ഉത്തരം ഏതാണ്? അമാനത്ത്. നബിമാർക്കുണ്ടാവൽ നിർബന്ധമായ വാജിബായ സിഫത്തിൽപ്പെട്ടതാണ് അമാനത്ത്, വിശ്വസ്തത. 2ാമത്തത് ഉലുൽ അസ്മുകൾ. എത്രയാണ് ഉലുൽ അസ്മുകൾ? 5 ആളുകളാണ് ഉലുൽ അസ്മുകൾ. 3. പാറയിൽ നിന്ന് ഒട്ടകം ഡാഷ്. ആരാണ്? ഏത് നബിയാണ്? സാലിഹ് അലൈഹിസ്സലാം. 4. സത്യം പറയൽ, സിദ്ഖ്. ഈ സത്യം പറയൽ, സിദ്ഖ് എന്നുള്ളതും നബിമാരുടെ വാജിബായ സിഫത്തിൽപ്പെട്ടതാണ്. 5ാമത്തത് നമ്രൂദിന്റെ തീക്കുണ്ടാരം. ആരാണ്? ഇബ്രാഹിം അലൈഹിസലാം. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 6ാമത്തത് അഹ്ലു സുന്നത്തി വൽ ജമാഅ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇനി 2ാമത്തത് പൂർത്തിയാക്കാം. തബ്ലീഗ് എന്ന സിഫത്ത് ആർക്ക് മാത്രമേ ഉള്ളൂ? മുർസലുകൾക്ക് മാത്രമുള്ളതാണ്. തബ്ലീഗ് എന്നുള്ള സിഫത്ത്, എത്തിച്ചു കൊടുക്കുക. അള്ളാഹുവിൽ നിന്ന് ലഭിച്ച മെസ്സേജുകൾ അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇത് ആർക്ക് മാത്രമുള്ള വിശേഷണമാണ്? ഇത് മുർസലുകൾക്ക് മാത്രമുള്ളതാണ്. 2ാമത്തത് ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. 3. മരിച്ചവരെ ജീവിപ്പിച്ചതാരാണ്? ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തിൽപ്പെട്ടതാണ് മരിച്ചവരെ ജീവിപ്പിക്കുക. അപ്പോൾ മരിച്ചവരെ ജീവിപ്പിച്ചത് ഈസാ അലൈഹിസ്സലാം എന്ന പ്രവാചകനാണ്. 4ാമത്തത് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. മലക്കുകളെ കുറിച്ച് പറഞ്ഞതാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹുവിനോട് അവർ ഒരു എതിരും പ്രവർത്തിക്കുകയില്ല. എന്താണോ അവരോട് കൽപ്പിച്ചത് അത് മാത്രം ചെയ്യുന്നവരാണ് മലക്കുകൾ. എന്താണ് ബിദ്അത്തുൻ ഹസനക്കുള്ള ഉദാഹരണം? സഹാബത്തിന്റെ കാലത്തെ വിശുദ്ധ ഖുർആൻ ക്രോഡീകരണം നടത്തിയത്, അതുപോലെ തറാവീഹ് ഒരു ഇമാമിന്റെ കീഴിൽ ജമാഅത്തായി സംഘടിപ്പിച്ചത്, അതുപോലെ നാം മദ്രസ ഉണ്ടാക്കുന്നു. ഇതെല്ലാം ബിദ്അത്തുൻ ഹസനക്കുള്ള ഉദാഹരണമാണ്. ഏതെങ്കിലും 2 എഴുതേണ്ടത്. ഇനി മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തുകൾ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ 2 മുഅ്ജിസത്ത് അവിടെ എഴുതണം. 1. കൈ പ്രകാശിക്കുന്നു, അതുപോലെ വടി പാമ്പാകുന്നു, കല്ല് പിളർന്ന് വെള്ളം വരുന്നു. ഇതെല്ലാം മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തിൽപ്പെട്ടതാണ്. ഏതെങ്കിലും 2 എഴുതുക. ഇനി അടുത്തത് വ്യക്തമാക്കാം. ബിദ്അത്തുൻ ഹസന. എന്താണ് ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ? പ്രമാണങ്ങൾക്ക് എതിരല്ലാത്ത പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഏതൊക്കെയാണ്? ഖുർആൻ, അതുപോലെ സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഇതെല്ലാമാണ് പ്രമാണങ്ങൾ. ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് എതിരല്ലാത്ത പുതുതായി ഉണ്ടാക്കപ്പെട്ട നല്ല കാര്യങ്ങൾക്ക് ബിദ്അത്തുൻ ഹസന എന്ന് പറയും. വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പ്രമാണങ്ങൾക്ക് എതിരല്ലാത്ത പുതുതായി ഉണ്ടാക്കപ്പെട്ട നല്ല കാര്യങ്ങൾക്ക് ബിദ്അത്തുൻ ഹസന എന്ന് പറയുന്നു. ഇനി അടുത്തത് 2ാമത്തത് അഹ്ലു സുന്നത്തി വൽ ജമാഅ. 9ാമത്തെ പാഠം അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നുള്ളതാണ്. അതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയും നബിചര്യയും സഹാബത്തിന്റെ മാതൃകയും പിൻപറ്റി ജീവിക്കുന്നവർക്കാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അള്ളാഹുവിന്റെ ജായിസായ സിഫത്ത് എന്നാൽ എന്താ? നമ്മൾ 1 മുതൽ കുറച്ച് പാഠങ്ങൾ അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളും മുസ്തഹീലായ സിഫത്തുകളും ജായിസായ സിഫത്തുകളും ഒക്കെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ വാജിബായ സിഫത്തുകൾ 20 ഉണ്ട്, മുസ്തഹീലായ സിഫത്തുകൾ 20 ഉണ്ട്. 1 ജായിസായ സിഫത്താണ്. എന്താണ് ജായിസായ സിഫത്ത് എന്ന് പറഞ്ഞാൽ? ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. ഇതാണ് അള്ളാഹുവിന്റെ ജായിസായ സിഫത്ത്. ഇനി അടുത്തത് 5ാമത്തത് ഉത്തരം എഴുതാം. എന്താണ് 1ാമത്തെ ചോദ്യം? മുഅ്ജിസത്ത് എന്നാൽ എന്ത്? നമ്മൾ 8ാമത്തെ പാഠം മുഅ്ജിസത്ത് എന്നുള്ള പാഠത്തിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ. അവർ നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും അവരിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിന് മുഅ്ജിസത്ത് എന്ന് പറയും. അപ്പോൾ മുഅ്ജിസത്ത് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്?
നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് മുഅ്ജിസത്ത് എന്ന് പറയുന്നു. ഇനി അള്ളാഹു പൊറുക്കാത്ത വൻ പാപമാണത്. ഏത്? ഷിർക്ക്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത വൻ കുറ്റമാണ് ഷിർക്ക്. ഇനി 3, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിപ്രധാനമായ മുഅ്ജിസത്ത് ഏതാണ്? പരിശുദ്ധമായ ഖുർആനാണ്. ഇനി അടുത്തത് പട്ടിക പൂർത്തിയാക്കാം. അള്ളാഹുവിന്റെ വാജിബായ സിഫത്ത്, അതുപോലെ മുസ്തഹീലായ സിഫത്ത്, അതിന്റെ അർത്ഥം ഇതാണ് ഇവിടെ എഴുതേണ്ടത്. എന്താണ് വാജിബായ സിഫത്ത്? വുജൂദ്. വുജൂദിന്റെ ഓപ്പോസിറ്റ് അതാണ് മുസ്തഹീൽ, അദം. എന്താണ് അതിന്റെ അർത്ഥം? ഇല്ലാതിരിക്കൽ. അദം എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ഇല്ലാതിരിക്കൽ. വുജൂദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഉള്ളവനാണ്, അതാണ് വുജൂദ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് അദം, ഇല്ലാതിരിക്കുക. അപ്പോൾ ഇല്ലാതിരിക്കുക എന്നുള്ള ഒരു വിശേഷണം അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ല. ഇനി രണ്ടാമത്തത് മുസ്തഹീലായ സിഫത്തും അർത്ഥവും കൊടുത്തിട്ടുണ്ട്. ജഹല്, അറിവില്ലായ്മ. ജഹലിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഇൽമാണ്. അറിവില്ലായ്മ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇൽമ്, അറിവാണ്. അപ്പോൾ ഇവിടെ ഇൽമ് എന്ന് എഴുതി കൊടുക്കണം. ഇനി അടുത്തത് ഹയാത്ത്. ഹയാത്ത്, അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? മൗത്ത്. ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് അതാണ് മുസ്തഹീലായ സിഫത്ത്, മൗത്ത്. അതിന്റെ അർത്ഥം മരണം. ഈ രൂപത്തിൽ വാജിബും മുസ്തഹീലും അർത്ഥവും ഒക്കെ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇനി അടുത്തത് 7ാമത്തത് പൂരിപ്പിക്കാം. മൻ അഹദസ ഡാഷ് ഹാദാ ഫഹുവ റദ്ദുൻ. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നുള്ള പാഠത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആ രൂപത്തിൽ നമ്മൾ അത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തേത് ശുഐബുൻ ഡാഷ് വ ഡാഷ് വൽ യസർ ഡാഷ് ദാവൂദ് ഡാഷ് ഇത്തബ. നമ്മൾ 25 ഖുർആനിൽ പറയപ്പെട്ട 25 മുർസലുകളുടെ പേര് പാട്ട് രൂപത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു ഭാഗമാണ് ശുഐബു ഹാറൂനു വമൂസ വൽ യസർ ദുൽകിഫ്ലി ദാവൂദു സുലൈമാനു തബ. ആ രൂപത്തിൽ ആ പാട്ട് നമ്മൾ അവിടെ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് അർത്ഥം എഴുതാനാണ്. മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വാജിബായ സിഫത്താണ് മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്. എന്താണ്? എല്ലാ സൃഷ്ടികളോടും എതിരായവൻ, സൃഷ്ടികളോട് എതിരായവൻ, എല്ലാ നിലക്കും വ്യത്യാസമാവൽ. ഇതാണ് മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്. സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യാസമാകൽ. ഇനി അടുത്തത് രണ്ടാമത്തത് മുതകല്ലിം. ഇതും അള്ളാഹുവിന്റെ ഒരു വാജിബായ സിഫത്താണ്. മുതകല്ലിം എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നവൻ, മുതകല്ലിമുൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നവൻ. ഈ രൂപത്തിലാണ് അഖീദയുടെ 4ാം ക്ലാസ്സിലെ അഖീദയുടെ മോഡൽ ചോദ്യ പേപ്പർ ഉള്ളത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങളൊക്കെ ആവർത്തിച്ച് വായിക്കുകയും എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. നിർബന്ധമായും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്ന് കൂടെ ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.